മാർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 1 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നു, അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. പറഞ്ഞേ, ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. ഇനി 26-ാമത്തെ വാക്യം നോക്കി. 12 സംവത്സരമായിട്ട് രക്തസ്രവമുള്ളവളായി പല വൈദ്യന്മാരാലും ഏറിയോന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശിയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിന്റെ വർത്തമാനം കേട്ടു. അവന്റെ വസ്ത്രമെങ്കിൽ തൊട്ടാൽ ഞാൻ രക്ഷപ്പെടും എന്ന് പറഞ്ഞു. 29-ാം വാക്യം. ക്ഷണത്തിൽ അവളുടെ രക്തസ്രവം നിന്നു, ബാധ മാറി, താൻ സ്വസ്ഥയായി എന്ന് അവൾ ശരീരത്തിൽ അറിഞ്ഞു. 35-ാമത്തെ വാക്യം തൊട്ട് വായിച്ച്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു. നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്ക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ദി ഗോസ്പൽ ഓഫ് മാർക്കിലെ 5 സംഭവങ്ങൾ. 1, ഒരു ഭൂതഗ്രസ്തനായ ചെറുപ്പക്കാരൻ. 6000 അശുദ്ധാത്മാക്കൾ അവന്റെ ശരീരത്തിലുണ്ട്. അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. ആർക്കും അവനെ ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞില്ല. ചെയിൻ കൊണ്ട് കെട്ടിയാൽ അവൻ ചെയിൻ പൊട്ടിക്കും. സെല്ലിൽ അടച്ചാൽ അവൻ സെല്ല് പൊളിച്ച് പുറത്തു വരും. നാട്ടുകാർക്കും സമൂഹത്തിനും കൈകാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു ഭൂതഗ്രസ്തൻ. 2-ാമത്തെ വിഷയത്തിൽ 12 വർഷമായി വീടും പറമ്പും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും ആർക്കും സൗഖ്യം കൊടുക്കുവാൻ കഴിയാത്ത, വൈദ്യശാസ്ത്രത്തിന്റെ മികവും തികവും കഴിവും പോലും പരാജയപ്പെട്ടു പോയ ഒരു സഹോദരി. അവളുടെ വിഷയത്തെ ഹാൻഡിൽ ചെയ്യാൻ ഒരു ഫിസിഷ്യന്മാർക്കും മെഡിക്കൽ സയൻസിനും കഴിഞ്ഞില്ല. 3-ാമത്തെ വിഷയം, യായിറോസ് എന്ന് പറയുന്ന പള്ളിപ്രമാണിയായ മനുഷ്യന്റെ പൈതലാണ്. ആ കുഞ്ഞ് മരിച്ചുപോയി. വീട്ടിൽ നിന്ന് യായിറോസിന് വന്ന റിപ്പോർട്ട്, ഇനി പ്രാർത്ഥിക്കണ്ട, പ്രാർത്ഥന നിർത്തിക്കോ, നിന്റെ കൊച്ച് മരണപ്പെട്ടിരിക്കുന്നു. 43 വാക്യങ്ങളിൽ 3 സംഭവങ്ങൾ. 1-ാമത്തെ സംഭവം, നാട്ടുകാർക്കാർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു ഭ്രാന്തൻ, ഒരു ഭൂതഗ്രസ്തൻ. 2-ാമത്തെ സംഭവം, വൈദ്യശാസ്ത്രത്തിന് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു രോഗിയായ സ്ത്രീ. 3-ാമത്തെ സംഭവം, ചരിത്രത്തിൽ നല്ല ഉലകത്തിൽ പോലും ഒരുത്തനും ചെന്നൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കുട്ടിയുടെ മരണം. പക്ഷേ ഈ 3 കേസും മനുഷ്യന് ഹാൻഡിൽ ചെയ്യാനോ മനുഷ്യന് കൈകാര്യം ചെയ്യാനോ കഴിയാതെ പോയപ്പോൾ ഈ 3 കേസും യേശു ഹാൻഡിൽ ചെയ്തു. ഇന്ന് ഈ വാക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിച്ചോ. നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തൊരു കേസുമായിട്ടാണ് നീ ഇപ്പോൾ ഈ ചർച്ചിൽ വന്നിരിക്കുന്നത്. നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയവുമായിട്ടാണ് നീ ഇപ്പോൾ ഈ ആലയത്തിലായിരിക്കുന്നത്. അത് നിന്റെ ഭർത്താവായിരിക്കാം, നിന്റെ ഭാര്യയായിരിക്കാം, നിന്റെ മക്കളായിരിക്കാം, നിന്റെ ബിസിനസ് ആയിരിക്കാം, നിന്റെ ശുശ്രൂഷയായിരിക്കാം, നിന്റെ ആത്മീയ ജീവിതമായിരിക്കാം, സാമ്പത്തികമായിരിക്കാം. നിനക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത ആ വിഷയത്തിന്റെ ഫയൽ എന്റെ യേശുവിന് എടുക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നീക്കി വെച്ച ചില ഫയലുകളെ യേശു എടുക്കുന്നത് ഞാൻ അറിയുകയാണ്. നാളുകളായി പ്രാർത്ഥിച്ചിട്ടും, നാളുകളായി കരഞ്ഞിട്ടും, നാളുകളായി ഉപവസിച്ചിട്ടും വിഷയങ്ങൾക്ക് നീക്കുപോക്കുകളില്ലാതെ സ്റ്റിൽ ടുഡേ ഇപ്പോഴും നീ സ്റ്റക്കായി കിടക്കുന്നിടത്തുനിന്ന്
നിന്നെ അഴിച്ചു വെളിയിൽ ഇറക്കുന്ന ബ്രദറെ, പാസ്റ്ററെ, വർഷങ്ങളായി ഞാൻ കരയുക, നാളുകളായി ഞാൻ അതിനകത്ത് പെട്ടുകിടക്കുക. എന്റെ ശ്രമങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടിരിക്കുക. ഞാൻ ഹെൽപ്ലെസ് ആണ്. ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ പറയുന്ന ആ മോനോട്, മോളോട്, ആ കുടുംബത്തോട് കർത്താവ് പറയുന്നു, മോനെ, ആ ഭ്രാന്തനെ, ആ ഭൂതഗ്രസ്തനെ തെക്കേപ്പൊലിയുടെ സുവിശേഷകനാക്കി എന്റെ കർത്താവ് മാറ്റിയെങ്കിൽ, രക്തസ്രവക്കാരി സ്ത്രീയെ സാക്ഷിയാക്കി മാറ്റിയെങ്കിൽ, യായിറോസിന്റെ പൈതലിനെ ഞാൻ ഉയർപ്പിച്ചെങ്കിൽ, നിന്റെ വിഷയം യേശു എടുക്കുകയാണ്. അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. അങ്ങനല്ലേ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? വാക്യം 2, അവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു. കല്ലറയിൽ പോയി കിടക്കാൻ പുള്ളി മരിച്ചോ? ജീവിതം അവസാനിച്ചവരല്ലേ കല്ലറയിൽ കിടക്കുന്നത്? പ്രാണൻ പോയവരല്ലേ കല്ലറയിൽ കിടക്കുന്നത്? ഇതാ ജീവനുള്ള ഒരു ചെറുപ്പക്കാരൻ, ഒരു മനുഷ്യൻ, അവന്റെ പാർപ്പ് കല്ലറയിലാണ്. അപ്പൊ എന്താ കല്ലറയും ഈ വാക്യവുമായിട്ടുള്ള ബന്ധം? കല്ലറ പിശാചിന്റെ കേന്ദ്രമായോണ്ടാണോ? ഒരിക്കലും അല്ല. പിന്നെന്താ ഈ കല്ലറയിലായിരുന്നു എന്ന് പറഞ്ഞേ? ഇവൻ അപ്പനും അമ്മയും ഉണ്ടെങ്കിൽ ഇവൻ നല്ലൊരു മകനായി ജീവിക്കേണ്ടവനാ. ഇവന് ഭാര്യയുണ്ടെങ്കിൽ ഇവൻ നല്ലൊരു ഭർത്താവായിരിക്കേണ്ടവനാ. ഇവന് മക്കളുണ്ടെങ്കിൽ ഇവൻ നല്ലൊരു അപ്പനായിരിക്കേണ്ടവനാ. ഇവൻ ഇങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരനായി ജീവിക്കുന്ന കാലത്തോളം ഇവന് സമൂഹത്തിന് ഒത്തിരി നന്മയായിരിക്കേണ്ടവനാ. എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ, ഓടിച്ചാടി നിൽക്കേണ്ടവനെ ഫിനിഷിങ്ങിൽ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ലൈഫിനെ സംബന്ധിച്ച് അവന്റെ ഫൈനൽ ഡെസ്റ്റിനിയാണ്. അവന്റെ ആത്മാവ് നിത്യതയിലേക്ക് പോകുന്നു, ദൈവം ഒരുക്കി ഇടത്തേക്ക് പോകുന്നെങ്കിലും അവന്റെ ശരീരത്തെ സംബന്ധിച്ച് അവന്റെ ഫൈനൽ ഡെസ്റ്റിനിയാണ് സെമിട്രി. ഇപ്പോൾ ഇവൻ അവിടെയാണ്. എന്നാ കേട്ടോ, യേശുവുമായിട്ടുള്ള അവന്റെ എൻകൗണ്ടർ. ഇനി ആ എൻകൗണ്ടർ എങ്ങനെയാന്ന് പറയാൻ പോവാ. ഈ ഫിനിഷിംഗ് പോയിന്റിൽ നിന്നവനെ, യേശുവുമായിട്ടുള്ള എൻകൗണ്ടർ അവനെ സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവന്നു. പക്ഷേ ഈ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യേശു കടലിനക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറയിൽ നിന്ന് അലറി വിളിച്ചോണ്ട് വരികയാണ്. എന്റെ ചോദ്യം ഇതാണ്, യേശു കർത്താവ് വള്ളത്തിനകത്തുനിന്ന് കാലെടുത്ത് കരയ്ക്കു കുത്തിയതും ഈ അശുദ്ധാത്മാവ് യേശുവിന്റെ സാന്നിധ്യം തിരിച്ചറിയുകയാണ്. 4-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലേക്ക് വരുമ്പോ കാറ്റും കടലും ഇളകി. യേശു ഗദരദേശത്തേക്കുള്ള യാത്രാമധ്യയാണ് കാറ്റും കടലും ഇളകിയത്. ഈ ഗദരദേശത്തേക്കുള്ള യാത്രാമധ്യയാണ് തിരകൾ അലറി വിളിച്ചത്. ഈ ഗദരദേശത്തേക്കുള്ള യാത്രാമധ്യയാണ് യേശു കർത്താവും ശിഷ്യന്മാരും ഗദരദേശത്തെത്താതിരിക്കാനുള്ള മുഴുവൻ പണിയും പിശാച് ചെയ്തത്. കാരണം അവന്റെ സാന്നിധ്യം അശുദ്ധാത്മാക്കളെ അസ്വസ്ഥമാക്കുന്നു. അവന്റെ വരവ് അശുദ്ധാത്മാക്കളെ അസ്വസ്ഥമാക്കുന്നു. ഈ കഴിഞ്ഞ മണിക്കൂർ വരെ നിനക്കെതിരെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സകല അശുദ്ധാത്മാക്കളും ഇപ്പോൾ കൺഫ്യൂസ്ഡ് ആണ്. Devil is in trouble. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു പവറുണ്ട്.
രക്തസ്രവക്കാരിയായ സ്ത്രീ വിശ്വാസത്തോടെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ തൊങ്കലെ തൊട്ടപ്പോ ആ പവർ അവളിലേക്ക് വന്നത്. വിശ്വസിക്കുന്ന നിങ്ങളിൽ വ്യാപരിക്കുന്ന അവന്റെ ആത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം, അൺമെഷറബിൾ പവർ, അൺലിമിറ്റഡ് പവർ, ആ ശക്തി ദൈവത്തിന്റെ ആലയത്തിൽ വ്യാപരിക്കുമ്പോ നിനക്ക് വിരോധമായി നിൽക്കുന്ന സകല അശുദ്ധാത്മ ശക്തികളും യേശു കർത്താവ് ആ ഭൂമിയിൽ കാല് ചവിട്ടിയപ്പോൾ അശുദ്ധാത്മാവുള്ളവൻ അസ്വസ്ഥനായി. നീ കൈ അടിക്കുമ്പോ, നീ പാടുമ്പോ, നീ പ്രാർത്ഥിക്കുമ്പോ അവൻ അത് തിരിച്ചറിഞ്ഞോളും. All the devil's trick, I break it right now. സിനിമയ്ക്ക് പോകാൻ വഴക്ക് പറയില്ല, ഷോപ്പിംഗ് മാളിൽ പോകാൻ തടസ്സമില്ല, ഇതിനൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ പ്രാർത്ഥനയ്ക്ക് പോകരുത്. ദൈവത്തിന്റെ ആത്മാവിൽ ചില കുടുംബങ്ങളെ നോക്കി ഞാൻ പറയുന്നു, ആ നിലകളിൽ ആരാധന സ്വാതന്ത്ര്യങ്ങളില്ലാതെ നിന്റെ ഭവനത്തെ അടക്കി വാണോണ്ടിരിക്കുന്ന അന്ധകാരത്തിന്റെ ശക്തി ഇന്ന് നീ മടങ്ങി വീട്ടിൽ ചെല്ലുമ്പോൾ, ആരാധന അശുദ്ധാത്മാക്കൾക്ക് അസ്വസ്ഥതയാണ്, ആത്മസാന്നിധ്യം അശുദ്ധാത്മാക്കൾക്ക് അസ്വസ്ഥതയാണ്. ഇതുപോലത്തെ പ്രാർത്ഥനകൾ അശുദ്ധാത്മാക്കൾക്ക് അസാധാരണമായ അസ്വസ്ഥതയാണ്. എന്നാൽ ഇന്നൊരു ദൂത് ഇതിനകത്ത് റിലീസ് ആകുകയാണ്. ഇനി നിന്നെ അസ്വസ്ഥപ്പെടുത്താൻ കഴിയാത്ത തലത്തിൽ, നിന്നെ ഒരാത്മതലത്തിൽ. 6-ാമത്തെ വാക്യത്തിൽ അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടോടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. പറഞ്ഞേ, സാത്താൻ യേശുവിനെ നമസ്കരിച്ചു. നല്ലൊരു ഫ്രെയിം അല്ലേ അത്? യേശു ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുന്നു, പിശാച് ഇങ്ങനെ മുട്ടയെ കുത്തിന്ന് സാറേ എന്നുള്ള രീതിയിൽ നിൽക്കുന്നു. നല്ലൊരു ഫ്രെയിം അല്ലേ? ഇറ്റ്സ് എ വെരി ഗുഡ് ഫ്രെയിം. പക്ഷെ അതിനകത്തൊരു കാരണമുണ്ട്. ഇതേ പിശാച്, ഇതേ സാത്താൻ ചില മാസങ്ങൾക്ക് മുമ്പ് ഈ യേശു കർത്താവ് 40 ഡേയ്സ് ഫാസ്റ്റിംഗ് ഇരിക്കുമ്പോൾ യേശുവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. അന്ന് നസ്രായൻ ഈ പുസ്തകത്തിന് വേണ്ടി സ്റ്റാൻഡ് ചെയ്തു. പിശാചിനോട് പറഞ്ഞു, ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത് നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിച്ച് ആരാധിക്കാവൂ. സാത്താൻ നിന്റെ മുമ്പിൽ വെച്ച ഓഫറുകളെ നീ വചനത്തിന് വേണ്ടി ബ്രേക്ക് ചെയ്താൽ, പിശാചിന്റെ മുൻപിൽ വണങ്ങാത്തവന്റെ മുൻപിൽ പിശാച് വണങ്ങുന്നു. മറ്റൊരു ദൂതൂടെ കർത്താവ് പറയുന്നത് ഇങ്ങനെ സൈലന്റ് ആയിട്ട് കേൾക്കുമായിരുന്നു. നിന്നോട് എതിർത്ത് നിന്നവൻ നിന്നെ വണങ്ങുന്ന ദിനം വരുന്നു. ഈ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അതിനകത്ത് അശുദ്ധാത്മാവെ ഈ മനുഷ്യനെ വിട്ടു പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. ഈ ഭാഗങ്ങളിൽ എങ്ങും അവന്റെ അശുദ്ധാത്മാവിനെ യേശു പുറത്താക്കുന്നതോ ശാസിക്കുന്നതോ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഒരു പാസ്റ്റൻസിലാണ് അത് എഴുതിയിരിക്കുന്നത്. അവനിലുള്ള ഡീമൺസിനോട് അവനെ വിട്ടു പൊയ്ക്കോണം എന്ന് യേശു കൽപ്പിച്ചായിരുന്നു. അതെപ്പോഴാ നടന്നേ? അത് നടന്നത് 4-ാം അധ്യായത്തിന്റെ 39-ാം വാക്യത്തിലാണ്. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്ക, അടങ്ങുക എന്ന് പറഞ്ഞു. ശാസന നടന്നത്
അവിടെ മാത്രമാണ്. ഈ അധ്യായത്തിൽ എങ്ങും ഒരു ശാസനയും നടന്നിട്ടില്ല. സംഭവം ഇത്രയേ ഉള്ളൂ. യേശു കർത്താവ് ഗദരദേശത്തേക്ക് പുറപ്പെടുമ്പോൾ അശുദ്ധാത്മ മണ്ഡലങ്ങൾ അസ്വസ്ഥമായി അവന്റെ പടകിനും അവനും നേരെ കടന്നു വരുമ്പോൾ ശിഷ്യന്മാർക്ക് വള്ളത്തിൽ കയറിയ വെള്ളമേ കാണാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഈ വള്ളത്തിൽ കയറിയ വെള്ളത്തിന്റെ പുറകിൽ ആരാണെന്ന് എല്ലാ തിരയുടെയും പിറകിൽ ഒരു കാറ്റുണ്ട്. കാറ്റില്ലാതെ തിരയില്ല. കാറ്റിനെ കാണാൻ കഴിയില്ല, തിരയെ മാത്രമേ കാണാൻ കഴിയുള്ളൂ. പക്ഷെ യേശു അവിടെ കാണുന്നത് അസ്വസ്ഥമായ അശുദ്ധാത്മ മണ്ഡലത്തെയാണ്. എനിക്ക് കാണാൻ കഴിയാത്ത ചിലത് എൻ്റെ കർത്താവിൻ്റെ കണ്ണുകൾ കാണുന്നു. അവൻ എനിക്ക് വേണ്ടി അതിനെ ശാസിക്കുന്നു. തലമുറകളുമായുള്ള ബന്ധത്തിൽ, നിന്റെ തലമുറകളുമായുള്ള ബന്ധത്തിൽ അവരെ വലിച്ചിഴയ്ക്കുന്ന സകല അശുദ്ധാത്മ മണ്ഡലങ്ങളെയും, അവരുടെ ഭാവിയെ വലിച്ചിഴയ്ക്കുന്ന സകല ഇരുളിന്റെ ശക്തികളെയും ഞാൻ ബ്രേക്ക് ചെയ്യുകയാണ്. മർക്കോസ് 5:12 പന്നികളിൽ കടക്കേണ്ടതിന് ഞങ്ങളെ അയക്കണമെന്ന് അവനോട് അപേക്ഷിച്ചു. അവൻ അനുവാദം കൊടുത്തു. കർത്താവ് അനുവദിക്കാതെ നിന്റെ തലയിലൊരു മുടി പോലും പൊഴിയത്തില്ല. യഹൂദന്മാരെ സംബന്ധിച്ച് പന്നിക്കൂട്ടം അശുദ്ധമാണ്. പക്ഷെ അതും ദൈവത്തിന്റെ സൃഷ്ടിയാണ്. പിശാചിന് ഇവിടെ ഒന്നുമില്ല. അവൻ സൃഷ്ടിച്ചത് എന്തെങ്കിലും ഉണ്ടോ? അവൻ ചമച്ചത് എന്തെങ്കിലും ഉണ്ടോ? അവൻ്റേതെന്ന് പറയാൻ അവൻ എന്തെങ്കിലും ഉണ്ടോ? അവൻ പോലും ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ? അങ്ങനെയാണ് നിന്റെ വീടിന്റെ ഗേറ്റേ തൊടണമെങ്കിൽ. അപ്പൊ നിങ്ങൾ ചോദിക്കും, എന്തിനാ ദൈവം ചിലത് അനുവദിച്ചെന്ന്? നിന്റെ പ്രതികൂലം നിന്റെ പരാജയമല്ല, അത് നിന്റെ പ്രമോഷനാണ്. ഈ അശുദ്ധാത്മാക്കളെല്ലാം കൂടെ 2000 പന്നിയിൽ കയറി. 6000 ഭൂതം 2000 പന്നിയിൽ കയറണമെങ്കിൽ ഒരു പന്നിക്ക് 3 ഭൂതം വെച്ച് കിട്ടി. ഈ പന്നിക്കൂട്ടം നേരെ എങ്ങോട്ടാ ഓടിയെന്നറിയോ? യേശു കർത്താവ് ഏത് കടൽ വഴിയാണോ വന്നത്, ഇതേ സാത്താൻ യേശുവിനെ ഏത് കടലിലാണോ മുക്കാൻ നോക്കിയത്, അതേ കടലിലേക്ക് ഇത് പോയി എടുത്ത് ചാടുകയാണ്. ഞാനൊരു പ്രവചന ശബ്ദം പറയുന്നു. നിന്നെ തീർത്ത് കളയാൻ, നിന്നെ ആത്മഹത്യയിലെത്തിക്കാൻ പിശാച് ഒരുക്കിയ സകല പദ്ധതികളും ഇവിടെ ക്യാൻസൽ ചെയ്യപ്പെടുകയാണ്. അവൻ വസ്ത്രം ധരിച്ചു, സുബോധമുള്ളവനായി. 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവർ അവനോട് ഞങ്ങൾ അതിർ വിട്ടുപോകുവാൻ അപേക്ഷിച്ചു തുടങ്ങി. അവൻ പടക് കയറുമ്പോൾ ഭൂതഗ്രസ്തനായിരുന്നവൻ. ആ പദം ശ്രദ്ധിച്ചോ? ഭൂതഗ്രസ്തൻ ആയിരുന്നവൻ. ഒന്ന് ഓർത്തു നോക്കിയേ, നീ നേരത്തെ ആയിരുന്നോലാണോ ഇപ്പൊ ആയിരിക്കുന്നതെന്ന്? ഇത് ഓർക്കാൻ പറ്റില്ലേ? നിങ്ങൾ മനുഷ്യരാണോ? ഈ കർത്താവുമായിട്ടുള്ള ബന്ധം നിന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ മാറ്റം വരുത്തിയോ? ഒരു പ്രൊഫസി പറയാം, നിന്റെ പ്രസന്റിനെ മുഴുവൻ കർത്താവ് പാസ്റ്റാക്കി മാറ്റും. മുൻപ് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ല. മുൻപ് എന്റെ വിഷയം അതായിരുന്നു, പക്ഷെ ഇപ്പൊ അതല്ല. ഐ ബിലീവ് ദാറ്റ് ലോർഡ്. മുമ്പ് എന്റെ സാമ്പത്തിക അവസ്ഥ അതായിരുന്നു, പക്ഷെ ഇപ്പൊ അതല്ല. ഭൂതഗ്രസ്തനായിരുന്നവൻ ഞാനും കൂടെ പോരട്ടെ എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു 19-ാമത്തെ വാക്യം അടിവരയിടണം. യേശു അവനെ അനുവദിക്കാതെ. അവൻ വളരെ നല്ലൊരു ചോദ്യമാ ചോദിച്ചേ. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ, ഞാൻ നിന്നെ ഫോളോ ചെയ്തോട്ടെ, നിന്റെ ഡിസൈപ്പിളിൽ, നിന്റെ ശിഷ്യന്മാരിൽ ഒരുവനായി എന്നെയും കൂടെ പരിഗണിച്ചാട്ടെ.
പക്ഷെ കർത്താവ് അത് അനുവദിച്ചില്ല. നമ്മൾ ദൈവത്തിൽ നിന്നും ചില യെസ്സുകൾ കേൾക്കാൻ താല്പര്യപ്പെടുമ്പോൾ ദൈവം ചില നോ പറയും. ദൈവത്തിൽ നിന്ന് ചില നോ കേൾക്കാൻ താല്പര്യപ്പെടുമ്പോൾ ദൈവം ചില യെസ് പറയും. അതിന്റെ പിറകിൽ ഒറ്റ റീസണേ ഉള്ളൂ. ഈ ദെക്കേപ്പോലി എന്ന് പറയുന്ന പട്ടണം യേശു കർത്താവ് പോയി പ്രസംഗിച്ചിട്ടുള്ള പട്ടണം അല്ല. യേശു അവിടെ പോയിട്ടില്ല. യേശു അവിടെ ഒരു രോഗികളെയും സൗഖ്യമാക്കിയിട്ടില്ല. യേശു കർത്താവിന്റെ ജീവിത ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ തെക്കേപ്പൊലിയിൽ കർത്താവ് ഒരു മിറക്കിളുകളും നടത്തിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ ചെറുപ്പക്കാരനെ തന്നെ അനുഗമിക്കുവാൻ അനുവദിക്കാതെ നോ എന്ന് പറഞ്ഞുകൊണ്ട് തെക്കേപ്പൊലിയിലേക്ക് തിരിച്ചു വിടുകയാണ്. കർത്താവിന്റെ ആത്മാവ് നിന്നോട് അറിയിക്കുന്നു, ദൈവം ചില ജനലുകൾ നിന്റെ മുമ്പിൽ അടയ്ക്കുന്നത് ചില കതകുകൾ തുറക്കാനാണ്. അബ്രഹാമിന്റെ വീട്ടിൽ നിന്നും ഹാഗാറിനെയും ഇശ്മായേലിനെയും ഒരു തുരുത്തിയിലെ വെള്ളവും കൊടുത്ത് അബ്രഹാം ഇറക്കി വിടുകയാണ്. ആ ഒരു തുരുത്തിയിലെ വെള്ളം തീർന്നാൽ ഇസ്മായേലിനും ഹഗാറിനും വെള്ളമില്ല. ഹഗാറും ഇസ്മായേലും മരുഭൂമിയിൽ വലഞ്ഞുഴലുകയാണ്. കൃത്യമായി കൊടുത്ത തുരുത്തിയിലെ വെള്ളം തീർന്നു. എന്റെ ഭാഷയിൽ പറഞ്ഞാൽ അബ്രഹാമിന്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള അവസാനത്തെ ഉറവയും അടഞ്ഞു. പക്ഷേ പൈതൽ പൊട്ടിക്കരയുമ്പോൾ, തൊണ്ട വരണ്ട് മരിക്കാറാകുമ്പോൾ, ഹാഗാർ തിരിഞ്ഞു നോക്കുന്ന സാഹചര്യത്തിൽ ഒരു സാധ്യതയുമില്ലാത്ത മരുഭൂമിയിൽ ഒരു നീരുറവ അവൾ കാണുകയാണ്. ഞാൻ ഇങ്ങനെ പറയാം, ആ നീരുറവ പെട്ടെന്നുണ്ടായതല്ല. ആ നീരുറവ അന്നേരം ഉണ്ടായതല്ല. ആ നീരുറവേ ദൈവം മുന്നമേ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഈ പദവും കൂടെ വിശ്വാസത്താൽ എടുത്തോ. നിന്റെ മുൻപിൽ ഏതെങ്കിലും ഒരു ഉറവ അടയുന്നെങ്കിൽ നീ അറിയാത്ത മറ്റൊരു ഉറവ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. ജൈറ, you are enough. You ever enough. You more than enough. You more than enough. അനുഭവമുള്ള എത്ര പേരുണ്ട്? ദൈവം ചില കാര്യങ്ങളിൽ നോ പറഞ്ഞപ്പോൾ, ചില കതകുകൾ നിന്റെ മുമ്പിൽ വലിച്ചടച്ചപ്പോൾ, നീ പ്രതീക്ഷിച്ച ചില ജനാലകൾ നിന്റെ മുമ്പിൽ കൊട്ടിയടച്ചപ്പോൾ, നിന്റെ തുരുത്തിയിലെ അവസാനത്തെ വെള്ളവും തീർന്നപ്പോൾ, നീ കണ്ടിട്ടില്ലാത്ത അറിയാത്തൊരു ഉറവ നീ തുറന്നെങ്കിൽ, കർത്താവ് തുറന്നെങ്കിൽ, ശ്രദ്ധിച്ചോ, പ്രശ്നമല്ല ആദ്യം ഉണ്ടായത്, പരിഹാരമാണ്. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, പ്രശ്നമല്ല ആദ്യം ഉണ്ടായത്, പരിഹാരമാണ്. ഈ ഭൂമിയിലല്ലേ പ്രശ്നങ്ങളെല്ലാം? പക്ഷേ ഈ ഭൂമി ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവം ഇല്ലായിരുന്നോ? വാടകയ്ക്കെടുത്ത ഒരു കോടാലി എലീശയുടെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് വഴുതി വെള്ളത്തിലേക്ക് പോയി. ഇരുമ്പ് കോടാലി വെള്ളത്തിലേക്ക് താണുപോയി. അവൻ ഓടിച്ചെന്ന് എലീശയോട് പറഞ്ഞു, പ്രവാചകനെ, ഞാൻ റെന്റിനെടുത്തതാ, ഞാൻ വാടക എടുത്തതാ, അത് വെള്ളത്തിൽ താണുപോയി, ഒരു വഴിയില്ല എൻ്റെ മുമ്പിൽ. എലീശ പറയുന്നുണ്ട്, അവിടെ ഒരു വൃക്ഷം നിപ്പുണ്ട്, ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി നീ വെള്ളത്തിലിടുമ്പം കോടാലി പൊങ്ങി വരും. നഷ്ടപ്പെട്ടത് ചിലതൊക്കെ നിന്റെ ജീവിതത്തിലേക്ക് തിരികെ വരാൻ നീ അറിയാത്തത് ചിലതൊക്കെ ദൈവം വളർത്തി വെച്ചിട്ടുണ്ട്. ഞാനത് വിശ്വസിക്കുക. ഇസ്രായേൽ ജനം കുടിച്ച വെള്ളം
മാറയായിരുന്നു മോനെ, മാറ കയ്പായിരുന്നു. ആ കയ്പേറിയ വെള്ളം കുടിച്ച് തീർന്നു പോകേണ്ട തന്റെ ജനതയെ രക്ഷിക്കാൻ ദൈവം മോശയോട് പറയുന്നു, നീ ആ വൃക്ഷത്തിന്റെ കൊമ്പ് വെട്ടി വെള്ളത്തിലിടുക. അവിടെയും എത്രയോ വൃക്ഷമെന്നല്ല എഴുതിയിരിക്കുന്നേ. ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്നതിനൊക്കെ മുൻപ് തന്നെ മരുഭൂമിയിലാന്ന് ഓർക്കണം, കേരളത്തിലല്ല. മരുഭൂമിയിൽ ആ ചുട്ടുപൊള്ളുന്ന സ്ഥലത്ത് അവരറിയാതെ അവർക്ക് വേണ്ടി ഒരു മരത്തെ ദൈവം വളർത്തിക്കൊണ്ട് വന്നിരുന്നു. ആരോടൊക്കെയോ കർത്താവ് പറയുന്നു, നിന്റെ പ്രശ്നം നിന്റെ ജീവിതത്തിൽ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നിന്റെ പ്രശ്നത്തിന്റെ പരിഹാരം മറുഭാഗത്ത് ദൈവം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആരെങ്കിലും കരുതിയോ വസ്ത്രം ധരിക്കാതെ നടന്നവൻ സുവിശേഷകനാകുമെന്ന്? ചരിത്രത്തിൽ ആരെങ്കിലും കരുതിയോ ചെങ്ങല കൊണ്ട് കെട്ടിയാൽ സെല്ലിനകത്ത് അടച്ചാൽ പൊളിച്ച് പുറത്തു വരുന്ന ഉപദ്രവകാരി കല്ലറയിൽ കിടക്കുന്ന ഈ ഭ്രാന്തൻ യേശുവിനെ ഉയർത്തുന്ന ഒരു ശുശ്രൂഷകനാകുമെന്ന് നിനക്ക് വിശ്വസിക്കാവോ? നിന്റെ അപ്പനും അമ്മയും കുടുംബക്കാരും നാട്ടുകാരും നിന്നിൽ കണ്ടിട്ടില്ലാത്തത് ദൈവം നിന്നിൽ കണ്ടിട്ടുണ്ടെന്ന്. അതിന് കൈയടിക്കുന്നവർ അവരുടെ സാക്ഷ്യമാണ് അവർ പറയുന്നേ. ഇന്ന് പലതും ഓർത്ത് ടെൻഷൻ അടിക്കല്ലേ? ഫിലിപ്പോസ് കൂടി വന്ന ജനത്തിന്റെ കണക്കെടുക്കുമ്പോൾ യേശു പറയുന്നു, താൻ എന്ത് ചെയ്യാൻ പോകുന്നെന്ന് താൻ അറിഞ്ഞിരുന്നു. ഇന്നത്തെ മക്കളെ കണ്ട്, ഇന്നത്തെ ഭർത്താവിനെ കണ്ട്, ഇന്നത്തെ കുടുംബം കണ്ട്, ഇന്നത്തെ സാമ്പത്തികം കണ്ട്, ഇന്നത്തെ അവസ്ഥ കണ്ട്, ഇന്നത്തെ ലൈഫ് കണ്ട്, ഇന്നത്തെ സിറ്റുവേഷൻ കണ്ട് ഇതായിരിക്കും എൻ്റെ ലൈഫ് എന്ന് പറയാൻ വരട്ടെ. വേണ്ട പറയാൻ വരട്ടെ. ദൈവാത്മാ പറയുന്നു, അവൻ നിന്നെ ഞെട്ടിക്കും. ഈ ഭൂതഗ്രസ്തൻ തന്നെ താൻ നിലവിളിക്കുന്നവനായിരുന്നു. കല്ലെടുത്ത് തന്നെ താൻ ചതയ്ക്കുന്നവനായിരുന്നു. അവനോട് തന്നെ വെറുപ്പായിരുന്നു. ചില സമയങ്ങളിൽ അങ്ങ് ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകുമ്പോഴേ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നതെന്ന് തോന്നൽ നിന്റെ അകത്ത് ശത്രു കൊണ്ടുവന്നില്ലേ? ഫ്രസ്ട്രേറ്റഡ് ആയില്ലേ? അപ്പോഴും ദക്കേപ്പുലിക്ക് ഒരു ടിക്കറ്റ് ബുക്കിംഗ് ആണ്. ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ കർത്താവിന്റെ ലിസ്റ്റിൽ അവൻ ഉണ്ടായിരുന്നു. ഈ ഭൂമിയിൽ യേശു വന്നപ്പോ 38 വർഷം ബെഥേസ്ദ കുളക്കരയിൽ കിടന്നവൻ മാനുഷികമായ പ്രായത്തിന്റെ പരിഗണനയിൽ യേശുവിനേക്കാൾ മൂത്തവനാണ്. കാരണം 33.5 വർഷമേ യേശു ഈ ഭൂമിയിൽ മിനിസ്റ്റർ ചെയ്തുള്ളൂ. ഇവൻ 38 വർഷമായി കുളക്കരയിൽ കിടക്കുകയാണ്. നസ്രായൻ ഈ ഭൂമിയിലേക്ക് വന്നപ്പോ ചിലതിനെയൊക്കെ വിടുവിക്കുമെന്ന് ലിസ്റ്റ് ചെയ്തിരുന്നു. ആ ലിസ്റ്റിലുണ്ടായിരുന്നു ഈ ഭൂതഗ്രസ്തനും. ഇന്ന് ദൈവാത്മാവ് നിന്നോട് പറയുന്നു, നിന്റെ വീട് കർത്താവിന്റെ ലിസ്റ്റിലുണ്ട്. നിന്റെ ഭവനം കർത്താവിന്റെ ലിസ്റ്റിലുണ്ട്. ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും അനുകമ്പാർദ്രമാ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയാ
കരുതുന്നു. അനുകമ്പാർദ്രമാ ഹൃദയം എപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു. അതിരുകളില്ലാത്ത Can you please stand and lift your hands in heaven? ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം. എന്നെ നോക്കിയേ. ഇപ്പോൾ യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നവൻ വസ്ത്രം ധരിച്ചിട്ടില്ല. അവന്റെ കയ്യിൽ കല്ലുണ്ട്. അക്രമധാരിയായിട്ടാണ് യേശുവിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഇവിടുന്ന് പോയില്ലെങ്കിൽ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവൻ കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിസ്സഹായനായി നിൽക്കുകയാണ്. അവൻ ലിസ്റ്റിലുണ്ട്. നീ കർത്താവിന്റെ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. യാതൊരു വ്യവസ്ഥകളും ജീസസ് ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അമ്മ എന്നെ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും അമ്മ എന്നെ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. ഇതിനകത്ത് ആരെയൊക്കെ തെരഞ്ഞു പിടിക്കുക കർത്താവ്. ഓമനയായി കരുതുന്നു. ഇതിനകത്ത് ആരെയൊക്കെ തെരഞ്ഞു പിടിക്കുക. അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു. എന്നെ ഓമനയായി കരുതുന്നു.